ഹായ് ഓൾ, ഇന്ന് നമ്മൾ ടൈം ആൻഡ് വർക്ക് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് CUET ലാസ്റ്റ് 3 ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ടാപ്പ് 6 hours കൊണ്ട് ഒരു ടാങ്ക് ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞ് ഹാഫ് ഓഫ് ദ ടാങ്ക് ഫില്ല് ചെയ്തതിന് ശേഷം അതേപോലത്തെ 3 ടാപ്പ് കൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈം കൊണ്ട് ആ ടാങ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് 6 hours കൊണ്ട് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാം. ആഫ്റ്റർ ഹാഫ് ഓഫ് ദ ടാങ്ക് ഫില്ല് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓൾറെഡി 3 hours ആ പൈപ്പ് ഓണാണ്. സോ ടാങ്കിൻ്റെ ഹാഫ് ഫില്ലായി കഴിഞ്ഞു. ഇനി നമുക്ക് ഹാഫ് ഓഫ് ദ ടാങ്ക് ആണ് ഫില്ല് ചെയ്യാൻ ലെഫ്റ്റ് ആയിട്ടുള്ളത്. അത് ഫില്ല് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ടോട്ടൽ 4 ടാപ്സ് ഉണ്ട്. അപ്പോൾ ഇതിലെ ഒരു ടാപ്പ് എങ്ങനെയാണ് 6 hours കൊണ്ട് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 hour ആ ഒരു പൈപ്പിന് 1/6 ഓഫ് ദ ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ നമ്മൾ 4 ടാപ്സ് ആണ് ഓൺ ചെയ്തിരിക്കുന്നത്. സോ 1 hour നമ്മൾ 4/6 ഓഫ് ദ ടാങ്ക് നമ്മൾ ഫില്ലാക്കും. ഇതേപോലത്തെ 4 ടാപ്സ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ ടോട്ടലി നമുക്ക് 6/4 hours വേണം. അതായത് 3/2 hours അല്ലെങ്കിൽ 1 hour 30 minutes ആണ് നമുക്ക് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടത്. പക്ഷേ നമുക്കിവിടെ ഓൾറെഡി ഹാഫ് ഓഫ് ദ ടാങ്ക് ഫിൽഡ് ആണ്. സോ നമുക്ക് ഹാഫേ ഫില്ല് ചെയ്യാൻ വേണ്ടു. സോ 1 hour 30 minutes എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് അതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 45 minutes ആണ് ഇനി ഹാഫ് ഓഫ് ദ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടത്. ഓൾറെഡി നമ്മൾ 3 hours കൊണ്ട് ഹാഫ് ഫില്ല് ചെയ്തിട്ടുണ്ട്. എഗെയിൻ നെക്സ്റ്റ് ഹാഫ് ഫില്ല് ചെയ്യാൻ നമ്മൾ 4 ടാപ്സ് യൂസ് ചെയ്യുമ്പോൾ 45 minutes ആണ് വേണ്ടി വരുന്നത്. സോ ടോട്ടൽ നമുക്ക് 3 hours 45 minutes ആണ്. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. നമുക്കിവിടെ 9 boys 360 days ആണ് എടുക്കുന്നത്. നമുക്കൊരു ഫോർമുല ഉണ്ട്, M1 D1 = M2 D2. ആ ഒരു ഫോർമുല M1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെൻ ആണ്, D എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്യുന്ന ഡേയ്സ് ആണ്. സോ ഇവിടെ 9 boys 360 days ആണ് എടുക്കുന്നത്. അതിന് ഈക്വൽ ആണ് ഏത് 18 men എടുക്കുന്ന ഡേയ്സ് 72 ആണ്. അതിന് ഈക്വലൻ്റ് ആണ് 12 women 162 days എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇവർ തമ്മിലുള്ള റിലേഷൻ 9 boyയും 18 മെന്നിൻ്റെയും കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 3 ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5. സോ നമുക്ക് കിട്ടുന്നത് 5 boys = 2 men എന്നുള്ള ഒരു റിലേഷൻ കിട്ടും. അതേപോലെ നമുക്ക് മെന്നും വിമനും തമ്മിലെടുത്ത് നോക്കാം. 18 men × 72 = 12 women × 162 എന്നാണ് നമുക്കറിയാവുന്നത്. സോ നമുക്ക് ഇവിടുത്തെ 18 വെച്ച് ക്യാൻസൽ ചെയ്യാം. 162 18 വെച്ച് ക്യാൻസൽ ചെയ്താൽ നമുക്ക് വരുന്നത് 9 ആണ്. സോ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 8 ആണ് വരുന്നത്. സോ 8 men = 12 women. ഓർ എഗെയിൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ 3. ഓർ 2 men = 3 women എന്ന് കിട്ടും. സോ നമുക്ക് ഇതിന് ഈക്വലൻ്റ് ആയിട്ട് 3 women എന്ന് എഴുതാൻ പറ്റും. സോ നമുക്കിവിടെ റിലേഷൻ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാം കൺവേർട്ട് ചെയ്താൽ മതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4 men 12 women 10 boy ടുഗദർ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ്. മെന്നിനെ നമ്മൾ മെന്നായിട്ട് തന്നെ കീപ്പ് ചെയ്യുക. 4 men പ്ലസ് 12 women ഈക്വലൻ്റ് ആയിട്ട് 3 women = 2 men ആണ്. സോ 12 women ആക്കണമെങ്കിൽ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2നെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 men ആവും. എഗെയിൻ 10 boys ആണ്. 5 boysന് ഈക്വലൻ്റ് ആയിട്ട് 2 men ആണെങ്കിൽ 10 boys ഈക്വലൻ്റ് ആയിട്ട് വരുന്നത് 4 men ആണ്. സോ നമുക്ക് ടോട്ടൽ വരുന്നത് 8 + 8 16 മെന്നിൻ്റെ വർക്കാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്ക് അറിയാവുന്നത് 18 മെന്നിന് 72 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ 16 മെന്നിന് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. ഇതേ സെയിം റിലേഷൻ എടുക്കുക. 18 × 72 which is equal to 16 × നമ്മുടെ ഡേയ്സ് ഡി എന്ന് ഡിനോട്ട് ചെയ്താൽ മതി. ഓർ D = നമുക്കിവിടെ 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. സോ ഇത് 8 ആവും, ഇവിടെ 9 ആവും. എഗെയിൻ 8ഉം 72ഉം ക്യാൻസൽ ചെയ്താൽ 9. സോ 9 × 9 81 എന്ന് കിട്ടും. സോ നമ്പർ ഓഫ് ഡേയ്സ് = 81. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് സെയിം റിലേഷൻ, അതായത് M1 D1 / W1 = M2 D2 / W2 ഈ ഒരു റിലേഷൻ യൂസ് ചെയ്യാം. ഓർ തിരിച്ച് ക്രോസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് M1 D1 W2 = M2 D2 W1 ഇത് യൂസ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് 90 men 40 days എൻഗേജ് ചെയ്യാം. പക്ഷേ ഫൈൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ് 25 days കൊണ്ട് അവർ 2/3 ഓഫ് ദ വർക്ക് ഫിനിഷ് ചെയ്തു. സോ 90 men എത്ര ഡേയ്സ് വർക്ക് ചെയ്തു 25 days വർക്ക് ചെയ്തു.
അപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്ക് W1 എന്ന് പറയുന്നത് 2/3 ഫിനിഷ് ചെയ്തു. ഇനി റിമൈനിങ് ഉള്ളതാണ് W2, ദാറ്റ് ഈസ് 1/3 ആണ് W2 എന്ന് പറയുന്നത്. സോ ഇൻറ്റു 1/3 വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ കേസിൽ നമ്പർ ഓഫ് മെൻ എത്രയോ ആൾക്കാരെ ലീവ് ചെയ്യാം, അത് എത്രയാണെന്ന് നമുക്കറിയില്ല. സോ നമ്മളത് n നമ്പർ ഓഫ് പേഴ്സൺസിനെ നമ്മൾ അവിടുന്ന് ലീവ് ചെയ്തു എങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് 90 - n ആയിരിക്കും. ഇൻറ്റു അവരുടെ ഡേയ്സ്. ഇനി ബാക്കി ഡേയ്സ് എത്രയാണുള്ളത്? നമുക്ക് 40 ഡേയ്സിനകത്താണ് വർക്ക് ഫിനിഷ് ചെയ്യേണ്ടത്. ഓൾറെഡി 25 ഡേയ്സ് ഫിനിഷായി. സോ ഇനി 15 ഡേയ്സ് ആണ് ബാക്കിയുള്ളത്. സോ ഡേറ്റ്സ് എന്ന് പറയുന്നത് 15 എന്ന് കിട്ടും. W1 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഫിനിഷ് ചെയ്ത 2/3. സോ ഇൻറ്റു 2/3. നമ്മൾ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഇവിടെ 3 രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാം. 5 വെച്ച് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഇവിടെ 3 വരും. ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 വരും. എഗെയിൻ 3. സോ 30. സോ നമുക്ക് വരുന്നത് 2 times 90 - n = 150 എന്ന് കിട്ടും. ഓർ 2n = 180 - 150 വിച്ച് ഇസ് 30. ഓർ n = 15 എന്ന് കിട്ടും. സോ നമുക്ക് 15 മെന്നിനെ ലീവ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ M1D1 = ഇവിടെ അവേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സോ ഡേയ്സ് എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ അവേഴ്സ് എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. സോ M1 H1 = M2 H2 ഈ ഒരു റിലേഷൻ യൂസ് ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് 36 ഫാമേഴ്സിന് 24 അവേഴ്സ് ആണ് വർക്ക് ചെയ്യാൻ വേണ്ടത്. സോ 18 ഫാമേഴ്സിന് എത്ര അവേഴ്സ് വേണമെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ 2 × 24 അവേഴ്സ് എന്ന് പറയുന്നത് 2 × 24 48 അവേഴ്സ് ആണ് വേണ്ടത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 16 ഡേയ്സ് ആണ് വേണ്ടത്. ബിക്ക് സെയിം വർക്ക് ചെയ്യാൻ 8 ഡേയ്സ് ആണ് വേണ്ടത്. രണ്ടു പേരും കൂടെ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. എക്ക് 16 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒരു ഡേയിൽ എ അതിൻ്റെ 1/16 ഓഫ് ദ വർക്കാണ് ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ ബി 1/8. സോ ഒരു ഡേയിൽ എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് നമുക്ക് 16 ആക്കണം. സോ 3/16 ആണ് വരുന്നത്. സോ ഹോൾ വർക്ക് ചെയ്യാൻ അവർക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 16/3 ആണ്. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 5 1/3. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഒരു വർക്കിന് ചെയ്യാൻ എക്ക് 20 ഡേയ്സ് ആണ് വേണ്ടത്, ബിക്ക് 16 ഡേയ്സ് ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ബി ഒരു ഡേ കൊണ്ട് ആ ഹോൾ വർക്കിൻ്റെ 1/16 ഫിനിഷ് ആവും. അങ്ങനെ ബി 8 ഡേയ്സ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. സോ 8/16 ഓഫ് ദ വർക്ക്, അതായത് ഹാഫ് ഓഫ് ദ വർക്ക് ബി ഫിനിഷ് ചെയ്തു. റിമൈനിങ് വർക്ക് ചെയ്യുന്നത് എ ആണ്. ഹാഫ് ഓഫ് ദ വർക്ക് ചെയ്യാൻ എക്ക് എത്ര ദിവസം വേണം? ഫുൾ വർക്ക് ചെയ്യാൻ എക്ക് 20 ഡേയ്സ് ആണ് വേണ്ടത്. സോ ഹാഫ് ഓഫ് ദ വർക്ക് ചെയ്യാൻ എക്ക് 20യുടെ ഹാഫ് ഡേയ്സ്, ദാറ്റ് ഇസ് 10 ഡേയ്സ് ആണ് വേണ്ടത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് എ ബിയേക്കാൾ ട്വൈസ് ഗുഡ് വർക്ക്മാൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ എടുക്കുന്ന ഡേയ്സിൻ്റെ ഡബിൾ ആയിരിക്കും ബിക്ക് വേണ്ടത്. സപ്പോസ് എ എക്സ് ഡേയ്സ് എടുക്കുവാണെങ്കിൽ ബി 2x ഡേയ്സ് എടുക്കും ആ സെയിം വർക്ക് ഫിനിഷ് ചെയ്യാൻ. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ആ ഒരു സ്കില്ല് കാരണം എക്ക് ബി എടുക്കുന്നതിനേക്കാൾ 30 ഡേയ്സ് കുറവ് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഈ ഡിഫറൻസ് 2xും എക്സും തമ്മിലുള്ള ഡിഫറൻസ് 30 ആണെന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ x = 30 എന്ന് കിട്ടും. സോ എക്ക് ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ 30 ഡേയ്സും ബിക്ക് ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ 60 ഡേയ്സുമാണ് വേണ്ടതെന്ന് മനസ്സിലായി. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? അവരുടെ 1 ഡേയ്സ് വർക്ക് എടുക്കുക. 1/30 + 1/60. സോ നമുക്ക് വരുന്നത് 3/60 ആണ്. അപ്പോൾ ഒരു ദിവസത്തെ എയും ബിയും കൂടെ ഫിനിഷ് ചെയ്യുന്നത് 3/6 1/20. അപ്പോൾ എക്കും ബിക്കും കൂടെ ആ ഹോൾ വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ. സോ 20 ഡേയ്സ് ആയിരിക്കും എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്താൽ ആ ഫിനിഷ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ് എന്നുള്ള പൈപ്പും വൈ എന്നുള്ള പൈപ്പും ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം തന്നിട്ടുണ്ട്. എക്സ് 6 hours ആണ് എടുക്കുന്നത്. സോ എക്സിന് 1 hour കൊണ്ട് ആ ടാങ്കിൻ്റെ 1/6 ഓഫ് ദ പാർട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അതേപോലെ വൈക്ക് ഒരു 1 hour കൊണ്ട് അതിൻ്റെ 1/9 ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി അവ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഓൺ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് അവറിൽ എക്സ് ഓൺ ചെയ്യും, സെക്കൻഡ് അവറിൽ വൈ ഓൺ ചെയ്യും. അങ്ങനെയാണ് ഓൺ ചെയ്യുന്നത്. സോ 2 hours അവരെത്ര ഫില്ല് ചെയ്യും? 2 hours എക്സും വൈയും കൂടെ ആ ടാങ്കിൻ്റെ എത്ര പോർഷൻ ഫില്ല് ചെയ്യും വെച്ചാൽ അത് 1/6 + 1/9 ആണ്. സോ നമുക്ക് LCM 18 ആണ് വരുന്നത്. സോ 3 + 2 5/18 ഓഫ് ദ ടാങ്ക്. സോ 2 hours 5/18 ഓഫ് ദ ടാങ്ക് ഫിൽ ആവും. അപ്പം നമുക്ക് ഇതിൻ്റെ നിയറസ്റ്റ് വരുന്ന
18ൻ്റെ നിയറസ്റ്റ് വരുന്ന 5ൻ്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ 3 × 5 15. സോ നമ്മൾ 3 അവേഴ്സ് കൺസിഡർ ചെയ്യുക എന്ന് വെച്ചാൽ നെറ്റ് എഫക്റ്റ് വരുന്നത് 3 × 2 6 അവേഴ്സിൽ നമുക്ക് 15/18 ഓഫ് ദ പാർട്ട് ഫില്ലാവും 6 അവേഴ്സ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി വരുന്നത് എത്രയാണ്? 3/18 ആണ് റിമൈനിങ് ഉള്ളത്. 3/18 എന്ന് പറഞ്ഞാൽ 1/6 ആണ് വരുന്നത്. സോ ഓരോ 2 അവേഴ്സിലും XY അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് ആണ്. സോ എക്സിന് അത് ഫില്ല് ചെയ്യാൻ എക്സിന് 6 അവേഴ്സ് കൊണ്ടാണ് ഒരു ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. സോ 1 അവറിൽ എക്സ് 1/6 ഓഫ് ദ ടാങ്ക് ഫില്ലാവും. സോ ഓൾറെഡി 6 അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് 2 പൈപ്പും കൂടെ. എഗെയിൻ ഒരു 1 അവറിൽ ഈ എക്സും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോൾ ടാങ്ക് ഫില്ലാവും. സോ ടോട്ടൽ എടുക്കുന്നത് 6 + 1 7 അവേഴ്സാണ് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്നത്. ഇവിടെ നമുക്ക് ABC 3 ടാബ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എ എന്നുള്ളത് ഫില്ല് ചെയ്യുന്നത് 24 മിനിറ്റ്സിൽ 4 ബക്കറ്റ്സ് ആണ് ഫില്ല് ചെയ്യുന്നത്. ഇവിടെ ഒരു ബക്കറ്റിൻ്റെ കപ്പാസിറ്റി 5 ലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ എ 24 മിനിറ്റ്സിൽ 5 × 4 20 ലിറ്റർ ഫില്ല് ചെയ്യും. സോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എ 1 അവറിൽ എത്ര ഫില്ല് ചെയ്യും? 1 അവറിൽ 20/24 × 60. ഞാൻ മിനിറ്റിനെ അവറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. സോ ഞാനിവിടെ അവറിലേക്ക് കൺവേർട്ട് ചെയ്താണ്. 20/24 × 60 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 50 എന്ന് കിട്ടും. സോ 1 അവറിൽ എ ടാപ്പ് ഫില്ല് ചെയ്യുന്നത് 50 ലിറ്റർ ആണ്. അതേപോലെ ബി കൺസിഡർ ചെയ്താൽ ബി 8 ബക്കറ്റ്സ് ആണ് 1 അവറിൽ ഫില്ല് ചെയ്യുന്നത്. സോ ഒരു ബക്കറ്റിൻ്റെ കപ്പാസിറ്റി നമുക്ക് 5 ലിറ്റർ ആണെന്നറിയാം. സോ 8 × 5 ബി ഫില്ല് ചെയ്യുന്നത് 40 ലിറ്റർ ആണ്. സി ഫില്ല് ചെയ്യുന്നത് 2 ബക്കറ്റ്സ് ആണ് 20 മിനിറ്റ്സിൽ. 20 മിനിറ്റ്സിലാണ് സി 2 ബക്കറ്റ്സ് ഫില്ല് ചെയ്യുന്നത്. അതായത് 2 × 5 10 ലിറ്റർ ഫില്ല് ചെയ്യുന്നത്. സോ സി 1 അവറിൽ ഫില്ല് ചെയ്യുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 10/20 × 60 വിച്ച് ഇസ് ഈക്വൽ ടു 30 ലിറ്റർ. സോ നമുക്ക് 1 അവറിൽ നമ്മൾ എയും ബിയും സിയും ഒരുമിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 50 + 40 + 30. സോ വിച്ച് ഇസ് ഈക്വൽ ടു 120 ലിറ്റർ ആണ് 1 അവറിൽ ഫില്ല് ചെയ്യുന്നത്. ഇതേ സെയിം ടാപ്സ് എം ടി ആക്കാൻ എടുക്കുന്ന ടൈം പറഞ്ഞത് 2 അവേഴ്സ് ആണ്. സോ അത് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് 2 അവേഴ്സ് കൊണ്ട് ഇത് ടാങ്ക് ഫില്ല് ചെയ്യുമെങ്കിൽ 2 അവേഴ്സ് കൊണ്ട് 1 അവർ കൊണ്ട് 120 ലിറ്റർ ആണെങ്കിൽ 2 അവർ കൊണ്ട് 240 ലിറ്റർ ആണ് ഫില്ല് ചെയ്യുന്നത്. സോ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 240 ലിറ്റർ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് എ ആൻഡ് ബി ഒരുമിച്ച് ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്നത് 30 ഡേയ്സ് കൊണ്ടാണ്. സോ എയുടെയും ബിയുടെയും കൂടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1/30 എന്നെടുക്കാം. അവർ ഒരുമിച്ച് 20 ഡേയ്സ് വർക്ക് ചെയ്തു. സോ 20/30 അതായത് 2/3 ഓഫ് ദ വർക്ക് അവർ ഫിനിഷ് ചെയ്തു. ഇനി റിമൈനിങ് വരുന്നത് 1/3 ആണ്. ആ റിമൈനിങ് വർക്ക് എ ഫിനിഷ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് 20 ഡേയ്സ് ആണ്. സോ 1/3 ഓഫ് ദ വർക്ക് ചെയ്യാൻ എക്ക് 20 ഡേയ്സ് വേണമെങ്കിൽ ഹോൾ വർക്ക് ചെയ്യാൻ എക്ക് 3 × 20 60 ഡേയ്സ് വേണം. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ തന്നിരിക്കുന്നത് എക്ക് 1/3 ഓഫ് ദ വർക്ക് ചെയ്യാൻ 5 ഡേയ്സ് വേണം. സോ ഹോൾ വർക്ക് ചെയ്യാൻ എക്ക് 15 ഡേയ്സ് ആയിരിക്കും. അതേപോലെ ബിക്ക് 2/5 ഓഫ് ദ വർക്ക് ചെയ്യാൻ 10 ഡേയ്സ് ആണ് വേണ്ടത്. സോ ഹോൾ വർക്ക് ചെയ്യാൻ ബിക്ക് 10 × 5/2 വിച്ച് ഇസ് 25 ഡേയ്സ് ആണ് വേണ്ടത്. ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ഡേയ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യും? നമുക്ക് 1 ഡേയ്സ് വർക്ക് എടുക്കാം. എയുടെ 1 ഡേയ്സ് വർക്ക് 1/15 ബിയുടെ 1 ഡേയ്സ് വർക്ക് 1/25 ആണ് വരുന്നത്. സോ നമുക്ക് 15 25 എന്ന് പറയുമ്പോൾ LCM 75 ആണ്. സോ 5 × 15 75 ആണ്. 3 × 25 75 5 + 3 8/75 ആണ് അവരുടെ 1 ഡേയ്സ് വർക്ക് വരുന്നത്. സോ അവർക്ക് ഹോൾ വർക്ക് ചെയ്യാൻ അതിൻ്റെ റെസിപ്രോക്കൽ 75/8 9.37 ഉണ്ട്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.